ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം വൈൽഡ് കാർഡുകളെയാണ് ഇത്തവണ ബിഗ് ബോസ് കയറ്റി വിട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ അനീഷ് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷിൻ്റെതായ ഒരു ഗെയിമുണ്ട്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളിയുടേതായിട്ടുള്ള ഒരു ഗെയിം കളിച്ച് സൈഡിൽ കൂടെ അങ്ങ് പോകും. ഞാൻ പറയുന്നില്ല അനീഷ് ഈ സീസണിലെ ഏറ്റവും മികച്ച ഗെയിമറാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ബട്ട് അടിപൊളി ഒരു ഗെയിമറാണ് കേട്ടോ. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഗെയിമറാണ്. സോ അനീഷിന് എല്ലാവരെയും ചൊറിയാനുള്ള ഒരു ലൈസൻസ് കിട്ടിയതുപോലെയാണ്. അനീഷ് ആരെയും ചൊറിയും. അവിടെ എന്തും പോകുമെന്ന് പറയുന്ന പോലെ. അതിപ്പോൾ ലക്ഷ്മിയെ വന്നാൽ അവരെ ചൊറിയും, അത് ജിഷിൻ വന്നാൽ ജിഷിനെ ചൊറിയും. വൈൽഡ് കാർഡുകളെ രാവിലെ ഇട്ട് ചൊറിഞ്ഞ് വെറുപ്പിച്ചിട്ടുണ്ട് അനീഷ്. ഇത്രയും മോശം വൈൽഡ് കാർഡുകൾ ഒന്നും ചെയ്യാനില്ല. ചില പഴയ കാര്യങ്ങൾ വന്ന് ആവർത്തിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഒരു ഗുണവും ഇല്ലാത്ത വൈൽഡ് കാർഡുകളെയാണ് ഇത്തവണ ബിഗ് ബോസ് കയറ്റി വിട്ടിരിക്കുന്നതെന്നാണ് അനീഷ് പറയുന്നത്. അനീഷ് 2 ദിവസം വൈൽഡ് കാർഡുകളെ ഒബ്സർവ് ചെയ്തു. എന്താണ് അവരുടെ പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കി, അവർ എത്രത്തോളം കഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കി. എന്നിട്ടാണ് അവർക്കെതിരെ ഇപ്പോൾ കളി തുടങ്ങിയിരിക്കുന്നത്. ഇതില് പലർക്കും ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അനീഷിനെ അവർക്കൊക്കെ അറിയാം, പിടിച്ചു നിൽക്കാൻ പറ്റൂല. അനീഷിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂല. പേഷ്യൻസ് വേണം. അസാധ്യ ക്ഷമയുള്ളവർക്ക് മാത്രമേ അനീഷിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.